എന്താ അത് ക്ലാസ് റൂമിൽ അവൻ്റെ കാർഡ് വെച്ചോടാം. ഇനി ഒറ്റ കാർഡ് ഇവിടെ കണ്ടുവരുത്. നിങ്ങളൊരു ട്യൂഷൻ ക്ലാസ്സിലാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും പേനയും പെൻസിലും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? പേനയും പേനക്കത്തിയൊക്കെ പഴയ സെറ്റപ്പ് അല്ലേ സാറേ? നഞ്ചക്കുണ്ട്, അത് മതിയോ? അയ്യോ വേണ്ട വേണ്ട, പുറത്തെടുക്കണ്ട. വല്ല വരയ്ക്കാനോ കുറിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അപ്പം എടുത്താൽ മതി. വരയാൻ നഞ്ചക്ക് പറ്റില്ല സാറേ, വടിവാളാണ് നല്ലത്, അല്ലെങ്കിൽ മലപ്പുറം കത്തി കിട്ടും. ഇതേ എല്ലാത്തിനോടും കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. 10ാം ക്ലാസ് ആണ്, ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങളുടെ ഈ കളിയും ചിരിയൊക്കെ നിർത്തി സീരിയസ് ആവേണ്ട സമയമായി. ഇപ്പൊ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പിന്നെ വിഷമിക്കേണ്ടി വരില്ല. സാറിന് അങ്ങനെ പലതും പറയാം സാറേ. ഇപ്പൊ ഞങ്ങൾ പിള്ളേർ കളിയും ചിരിയൊക്കെ വിട്ട് സീരിയസ് ആയി എന്നും പറഞ്ഞ് എന്തൊരു പുകില നാട്ടില്. മാഷ് പറഞ്ഞതുപോലെ ആഞ്ഞു പിടിച്ചിട്ട് അതിപ്പോൾ ആർക്കും പിടിക്കുന്നുമില്ല. ഇതേ ഇപ്പോൾ തന്നെ പോലീസ് പിടിച്ച് പിള്ളേരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുക. ഇങ്ങനെയാണോ ഭാവിയുടെ വാഗ്ദാനങ്ങളോട് പെരുമാറേണ്ടത്? അല്പം മനുഷ്യത്തെങ്കിലും കാണിക്കും സാറേ, ഞങ്ങളും മനുഷ്യരല്ലേ. ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ട് എത്ര മണിക്കൂറായെന്നറിയോ? അടുപ്പ് പുകയുന്നുണ്ടോന്ന് പറയാം, ഇവിടെ 100 സംവിധാനങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ചുണ്ടിൽ നീ പുകയുന്നുണ്ടോ ഇവിടെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അത് ശരിയാ, അതിനുള്ള വഴി ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? മതി മതി, അവിടെ ഇരുന്നേ. ഇന്ന് സിലബസിലുള്ള കാര്യം പറയാം. എന്ത് ഉപന്യാസം എഴുതാൻ ചോദിച്ചാലും ഓരോ വാചകം കഴിയുമ്പോഴും കുത്തിടാൻ മറക്കരുത്. പക്ഷെ സാറേ, കുത്തിയിട്ട് അവിടെ നിൽക്കരുതെന്നാണല്ലോ, പിന്നെ വിട്ടുപോകണമെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കുത്തിയിരിക്കേണ്ടി വന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ചരിത്ര പുസ്തകത്തിൽ നിന്ന് കൊട്ടേഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നന്നായി നോക്കിയിട്ട് വേണം പോവാൻ, കേട്ടല്ലോ? കൊട്ടേഷൻ ആണെങ്കിൽ ഇവന്റെ അച്ഛന് കൊടുത്താൽ മതി സാറേ. ഇവന്റെ അച്ഛന് കൊട്ടേഷനാ, ഫോട്ടോ ഒക്കെ ഉണ്ട്. പണിക്ക് പോകുമ്പോൾ കൂടെ വരികയും ചെയ്യും. സാറേ ഇന്ന് കുറച്ച് നേരത്തെ വിടുവോ? ഇവനെ പുറത്തുനിന്ന് കണ്ട ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അതൊന്ന് തീർത്തു കൊടുക്കാനാ.